ഗോൾഡ് വേണ്ട എന്നുള്ളൊരു തീരുമാനം അച്ഛനും അമ്മോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് അത് ആദ്യം കേട്ടപ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും ബുദ്ധിമുട്ട് മാറിയിട്ടില്ല കേട്ടോ. അത് വേറെ ഇപ്പുറത്തെ കളറോ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമോ ഒന്നുമല്ല നമ്മുടെ കോൺഫിഡൻസും അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതൊക്കെ അതൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. പിന്നെ നമ്മൾ ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതും ഒരു ആക്സസറി അൺബോക്സിങ് വീഡിയോ ആണ്. അത് പറയുമ്പോഴാണ് ഈ ഒരു മാല ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ടൂർ പോയപ്പോൾ മേടിച്ചതാട്ടോ. വളരെ 1 2 3 4 തവണയൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ. എൻ്റെ കഴുത്തിൻ്റെ പിഗ്മെൻറ്റേഷൻ എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റിയും കോൺഫിഡൻസ് കുറവൊക്കെ ആയിരുന്നു ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ടൊന്നും ഞാൻ ഇങ്ങനത്തെ മാല ഇട്ടിരുന്നില്ല. ഇപ്പം എനിക്കതൊരു പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ തൊലിപ്പുറത്തെ കളറോ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമോ ഒന്നുമല്ല നമ്മുടെ കോൺഫിഡൻസും അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതൊക്കെ അതൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. പിന്നെ നമ്മുടെ ഹെൽത്ത് നോക്കുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് വളരെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ വളരെ എൻ്റെ ഹെൽത്ത് നോക്കുന്ന ഒരാൾ കൂടിയാണ്. കുറേ കുറഞ്ഞു വന്നു. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പോൾ ഈ സൈഡിലോട്ട് മാത്രം പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതിൽ ഭയങ്കര സന്തോഷവതിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ കല്യാണത്തിന് വേണ്ടി മേടിച്ച കുറച്ച് ആക്സസറീസ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഇതും ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മേടിച്ചതാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ടൂറ് പോയത്. കൊടകാണോ കൂർഗ് കൊടൈക്കനാൽ അങ്ങനെ എവിടെയൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു ബീച്ച് പോലെ പൊതുവേ ആ ഒരു സൈഡ് പിടിച്ച ഒരു ബീച്ച് പോലെ ആ ബീച്ചിൽ നിന്ന് മേടിച്ചതാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഓർമ്മയില്ല സ്ഥലം എവിടെയാണെന്നുള്ളത് ഓർമ്മ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് അവരുടെ ആ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളും ആ ഭാഗത്തൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പൊതുവേ എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് ആ ഒരു സ്ഥലത്തൊക്കെയാണ് കൂടുതലായിട്ട് പോകാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് 2025 10th 2018-19 അതായത് ആണ് ഈ വർഷം ഈ മാല മേടിച്ച വർഷം. എനിക്ക് തോന്നുന്നു ഡിഗ്രി സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ പഠിക്കുന്ന സമയത്താണ്. തേർഡ് ഇയർ ആണെങ്കിൽ 2020 ആയിരിക്കും, സെക്കൻഡ് ഇയർ ആണെങ്കിൽ 2019 ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇത് കാണിച്ചു തരാനാണ് വന്നത്. ഇതൊരു ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാട്ടോ ഈ ഒരു ജ്വല്ലറി എന്ന് പറയുന്നത്. ഞാൻ ഗോൾഡ് വേണ്ട എന്നുള്ളൊരു തീരുമാനം അച്ഛനും അമ്മോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് അത് ആദ്യം കേട്ടപ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും ബുദ്ധിമുട്ട് മാറിയിട്ടില്ല. അത് വേറെ കാര്യം. എനിക്ക് ഗോൾഡ് വേണ്ട എന്നുള്ളൊരു ഡിസിഷനിലാണ്. കാരണം അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് അങ്ങനെ ഗോൾഡ് മേടിച്ച് വെള്ളം കഴിച്ചു പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കമ്മലും വളയാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മുന്നത്തെ ഇതിലേക്ക് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കല്യാണ സാരി, അതായത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിറങ്ങുന്ന സാരി ഞാൻ തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ തീമിനോട് മാച്ചായിട്ടുള്ള കമ്മലും വളയാണത്. ഞാൻ കുറേ തപ്പി കണ്ടുപിടിച്ചതാണ്. ഇത് ചെന്നൈ സൗക്കാർപേട്ട് എന്നാണ് ഷൗക്കാർപേട്ട് എന്നാണ് പറയാൻ എനിക്കറിയില്ല. അവിടെ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൺലൈനാണ് കേട്ടോ ഒക്കെ മേടിച്ചിട്ടുള്ളത്. സാരി പോലെ തന്നെയാണ് ഓർണമെൻറ്റ്സും. മാല ഇനി എടുക്കണം. മാല റെൻറ്റിന് എടുക്കണോ മേടിക്കണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഒരു കൺഫ്യൂഷനിലാണ്. ചിലപ്പോൾ ഞാൻ ഇത് കല്യാണം കഴിഞ്ഞിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, കല്യാണത്തിന് തൊട്ട് മുന്നെയാണ് അപ്ലോഡ് ചെയ്യാൻ എനിക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഓൾറെഡി എന്തായാലും മേടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കല്യാണത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുമെങ്കിലും ഞാൻ മേടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ കല്യാണത്തിന് മാല മേടിച്ചിട്ടില്ല. ഗോൾഡ് ഇടില്ല എന്നൊരു തീരുമാനം എടുത്തപ്പോൾ ആ ഒരു തീരുമാനത്തിൽ എന്താ പറയുക ഉറച്ചു നിൽക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർ പലത് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ എന്താ പറയുക ഓക്കെ ഈ തീരുമാനം മാറ്റാം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്താതിരിക്കാൻ ഞാൻ കുറേ എന്നോട് തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു തീരുമാനമായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ഇത് മേടിക്കുമ്പോൾ ഞാൻ എൻ്റെ പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ്. ഇത് മേടിക്കുമ്പോൾ ഞാൻ എത്ര രൂപയാണെങ്കിലും ചെറിയൊരു തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും അത് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിന് വേണ്ടി ഇത്ര പൈസ കൊടുക്കണ്ടേ അങ്ങനത്തെ ഒരു തോട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് 10, 20, 25, 30 പവനൊക്കെ മേടിക്കുമ്പോൾ ഉള്ളൊരു കഷ്ടപ്പാട് എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലായത് എപ്പോഴും അറിയാം. പക്ഷെ എന്നാലും കുറച്ചും കൂടി നമുക്ക് റിയലൈസ് ചെയ്യാം ഈ കല്യാണത്തോടെ അടുക്കുമ്പോൾ സിറ്റുവേഷനിലൂടെ പോകുമ്പോഴാണ്. അപ്പോൾ എന്തായാലും ഞാനിത് കാണിച്ചു തരുന്നത്. ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തീം ഞാൻ പറഞ്ഞല്ലോ, തീം എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് സാരി നെയ്തതും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് മേടിച്ചതെന്നൊക്കെ. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് എന്തെങ്കിലും ഓക്കെ ഇതിൻ്റെ തീം ഇങ്ങനെയാണ് എന്ന് ഞാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ പറയണേ. വലിയ കമ്മലാണ്, കുറച്ച് ഹെവി ആയിപ്പോയി. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോഴും ഹെവി ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് നേരം നമ്മളിത് ക്യാരി ചെയ്ത് നിൽക്കണ്ടേ കമ്മൽ. അത് ഞാൻ ബാക്കി പിന്നെ കൂടുതലായിട്ട് ഞാൻ കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇനി അങ്ങോട്ടുള്ള കല്യാണം വീഡിയോ കല്യാണം ഫോട്ടോസിലൊക്കെ അത് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കതൊരു മടുപ്പാവുമല്ലോ കാണുമ്പോൾ. അപ്പോൾ ഇതാണ് ബ്രൈഡൽ ജുംക്ക. ചിലപ്പോൾ ഞാൻ ഇതിടും, ഇല്ലെങ്കിൽ ഇതിടില്ല. കാരണം വേറൊരു കമ്മലും കൂടെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുണ്ട്. ചിലപ്പോൾ അതാവില്ല. പക്ഷെ എനിക്കിത് ഇടാനായിട്ട് ഇഷ്ടം. ഞാൻ പറഞ്ഞ തീം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ തീമിനോടൊക്കെ നോക്കി 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 മേടിച്ചൊരു കമ്മലായതുകൊണ്ട് അതിടാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം. പിന്നെ ഇത് 4 സിമ്പിൾ വള ഞാൻ കാണിച്ചത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊരു എന്താ പറയുക, ലക്ഷ്മി പിന്നെ ഒരു സ്റ്റോൺ അങ്ങനെ വരുന്ന ഒരു വളയാണ്. 4 എണ്ണം. ഞാൻ 2 കയ്യിൽ 3 വള ഇടാനാണ് എൻ്റെ പ്ലാൻ, കൊടുത്ത പ്ലാൻ. ഇനി ആ നേരത്തെ ആരെങ്കിലും ഗിഫ്റ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ വള കുറഞ്ഞല്ലോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് നമ്മൾ വീട്ടിലുള്ളവരോടല്ലേ നമുക്കിത് വേണ്ട പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സ്ട്രോങ് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫാമിലിയുടെ കാര്യം വന്ന് നമ്മുടെ നാട്ടിൽ വളയിടലാണല്ലോ കൂടുതലായിട്ട് കാണുന്ന ഒരു ഗിഫ്റ്റ് ഗോൾഡായിട്ട്. അപ്പോൾ അന്നൊക്കെ രാവിലെ ആരെങ്കിലും അല്ലെങ്കിൽ തലേന്നൊക്കെ വൈകുന്നേരം തലേന്ന് നോക്കുമ്പോൾ വൈകുന്നേരം കൊടുത്തിട്ടാൽ കുഴപ്പമില്ല, നമുക്കത് വേണ്ട ഞാൻ ഇടുന്നില്ല എന്ന രീതിയിൽ മാറ്റി വയ്ക്കാം. പക്ഷേ കല്യാണത്തിൻ്റെ അന്ന് രാവിലെയൊക്കെ ചിലർ തരുമ്പോഴേ ഇത് വേണ്ടെന്ന് പറഞ്ഞ് എങ്ങനെ പിടിച്ച് മാറ്റും എന്ന് എനിക്കറിയില്ല. കാണിച്ചത് ഇതാട്ടോ അതിൻ്റെ സെൻറ്ററിൽ ഇടാൻ വിചാരിച്ചിട്ടുള്ള വള. ഓക്കെ, ഇത് ഇങ്ങനെ ഇടാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഈ 2 ചെറിയ അറ്റത്ത് തീർക്കുന്ന 2 വളല്ലേ അതിൻ്റെ ഉള്ളിൽ ഈ 2 പച്ച കുപ്പിവള ഇടാൻ ഉള്ളൊരു പ്ലാൻ ചിലപ്പോൾ ഉണ്ട്, ചിലപ്പോൾ ഇടും. അപ്പോഴത്തെ സാഹചര്യം പോലെ എനിക്ക് മാച്ച് തോന്നിയാൽ ഇടും, അല്ലെങ്കിൽ ഇടൂല എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ. അപ്പോൾ ഇതാട്ടോ എൻ്റെ ജ്വല്ലറി, കല്യാണത്തിന് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന ജ്വല്ലറിയുടെ കമ്മലും വളയും. ഇനി മാല വരാനുണ്ട്, മാല മേടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ റെൻറ്റിന് ചോദിച്ചപ്പോഴേ, ഞാൻ 2-3 സ്ഥലത്ത് റെൻറ്റിന് ചോദിച്ചപ്പോൾ അവർ 4000, 5000, 6000 എന്നൊക്കെ പറയുന്നുണ്ട് പലതിനും. അപ്പോൾ ആ റേഞ്ച് തന്നെ നമ്മൾ മേടിക്കാനുള്ളൂ. അപ്പോൾ അങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ അതെനിക്ക് പിന്നെ റീയൂസ് ചെയ്യാം എന്നൊരു തോട്ട് എനിക്കിപ്പോൾ ഉണ്ട്. ഇനി എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഈ പോയി എടുക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഞാൻ ഈ കമ്മലും വള എടുത്തപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഇത് എല്ലാം ഒരേ കളറായി വള. അതിൻ്റെ ഒരു പ്ലേറ്റിങ്ങിൻ്റെ ഒരു കളറുണ്ടല്ലോ, അതെല്ലാം ഒരേ കളർ കിട്ടി. പക്ഷേ ഇനി മാലെടുക്കുമ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. മൊത്തത്തിൽ കാണാൻ അഭിനയാവും, അവിയിൽ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ടാസ്ക്കാണ്. ഇതേ സെയിം സാധനം സെയിം കളർ കിട്ടണം. അപ്പോൾ ഞാനിത് എന്താ പറയുക, മേടിക്കാൻ പോകുമ്പോൾ ഞാൻ പോത്തീസ് പോകുമ്പോൾ ഇത് കൊണ്ടുപോകാനുള്ളൊരു പ്ലാൻ ഉണ്ട്. കാരണം കൊണ്ടുപോയി പിന്നെ എനിക്ക് ഇതിന് ഒരു മാച്ച് ആയിട്ടുള്ള സാധനം കിട്ടിയാൽ ഓക്കെ ആയല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുപോയി കിട്ടുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതാണ് വലിയൊരു ടാസ്ക്. സെയിം കളറും സെയിം കിട്ടിയിട്ടില്ലെങ്കിലും അതിനോട് മാക്സിമം യോജിച്ച് നിൽക്കുന്ന ഒരു സാധനം കിട്ടിയാലേ നമ്മുടെ മൊത്തത്തിലുള്ള ഔട്ട്ഫിറ്റ് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. സൗണ്ടിന് ചെറിയൊരു പ്രശ്നം, സൗണ്ട് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മാറുമായിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീക്കിൽ എറണാകുളത്ത് പോയി വന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അവർ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കഴിഞ്ഞ വീക്ക് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്കല്ല, ഈ വീക്കിൽ ബുധനാഴ്ച, അതായത് ഇന്നിപ്പോൾ 13, ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ജൂലൈ 13 ജൂലൈ 10 പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്, ക്ഷീണം. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് പോകുന്നത് ജൂലൈ 16 അപ്പോൾ ഓക്കെ, അപ്പോഴത്തേക്കും ഒന്നും സെറ്റായിട്ട് വീണ്ടും പോകാമെന്നുള്ള പ്ലാനോടെ നമ്മൾ ഇത്രയും ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഇട്ടത് കേട്ടോ. പോകാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ പോകുമ്പോൾ എനിക്കിത് കൊണ്ടുപോയാൽ എനിക്ക് എൻ്റെ ഓർണമെൻറ്റ്സ് കിട്ടുമെന്ന് നോക്കണം. പിന്നെ അതുപോലെ എറണാകുളത്ത് ഉർവശി എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ ഫാമിലി മൊത്തമായിട്ട് പോകും. അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മായിമാർ, ശിശുമാർ അങ്ങനെ പോയിട്ട് പോവുക. അതൊരു രസമല്ലേ. എനിക്ക് തലേന്നത്തെ സാരി എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ പോകാമെന്ന് എനിക്കറിയില്ല, പോകാൻ പറ്റുമെന്ന് ഉറപ്പില്ല. പിന്നെ പോത്തീസിൻ്റെ താഴത്തെ ഫ്ലോറിൽ ജുവല്ലറീസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ അവിടുന്ന് നോക്കാം.
അപ്പോൾ എൻ്റെ ജ്വല്ലറി ഒന്നും മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. കമ്മലും വളയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ പറയണേ. പിന്നെ അത് മാത്രമല്ല, ആ 2 കമ്മലിലും അതുപോലെ തന്നെ ആ വളകളിലും ഒക്കെ ഒരു സൂത്രം ഒളിച്ചിരിക്കുന്നുണ്ട്, അതിൻ്റെ തീം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പം നോക്കാമല്ലോ എത്ര പേർക്ക് പിടികിട്ടി എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എത്ര പേർക്ക് അത് മനസ്സിലായി എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ വിഷയമുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇങ്ങോട്ടുള്ള ദിവസങ്ങളിലും കുറേയൊക്കെ എൻ്റെ ഒരു വെഡ്ഡിങ് തീമുമായി ബന്ധപ്പെട്ടുള്ള. അപ്പോൾ ഞാൻ പരമാവധി അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.